നമസ്കാരം. വെനസ്വേലൻ മുൻ ഭരണാധികാരി നിക്കോളസ് മഡുറോയെ പിടികൂടിയ സംഭവത്തിന് പിന്നാലെ ഇറാനെതിരെ സൈനിക നീക്കത്തിന് ഭീഷണി മുഴക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിലെ ഭരണകൂടം വലിയ തോതിലുള്ള ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ നേരിടുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ നീക്കം. എന്നാൽ മേഖലയിൽ മുൻകാലങ്ങളിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ പരാജയപ്പെട്ട ചരിത്രം നിലനിൽക്കെ ഇറാനിലെ സൈനിക നീക്കം എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം വാഷിംഗ്ടണിൽ ശക്തമാണ്. ട്രംപ് ഇറാനിയൻ ഭരണകൂടത്തിനെതിരെയുള്ള നടപടിയെക്കുറിച്ച് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ US സൈനിക മുന്നൊരുക്കങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരുമ്പോഴും അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ പശ്ചിമേഷ്യയിലേക്ക് വിമാനവാഹിനി കപ്പലുകളൊന്നും നിയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഗാർഡിയൻ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ മേഖലയിൽ US സൈനിക സാന്നിധ്യം കുറയ്ക്കുകയാണ് ചെയ്തത്. നിലവിൽ USS ഗെറാൾഡ് ആർഫോർഡ് കരീബിയനിലും USS നിമിറ്റ്സ് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തണമെങ്കിൽ ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളെ അമേരിക്കയ്ക്ക് ആശ്രയിക്കേണ്ടി വരും. എന്നാൽ കഴിഞ്ഞ വർഷം ഇസ്രയേലുമായിട്ടുണ്ടായ യുദ്ധത്തിന്റെ ആഘാതത്തിൽ കഴിയുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു ആക്രമണത്തിന് തങ്ങളുടെ മണ്ണ് വിട്ടു നൽകാൻ താല്പര്യം കാണിക്കുന്നില്ല. ഇറാന്റെ സൈനിക കരുതും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇസ്രയേലുമായിട്ടുള്ള 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ സൈനിക ശേഷിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം 2000 ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് കണക്കുകൾ. ഇവ പർവ്വത മേഖലകളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ. കൂടാതെ ജനസാന്ദ്രതയേറിയ നഗരപ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻതോതിലുള്ള സാധാരണക്കാരുടെ മരണവും അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വെനസ്വേലയെ പോലെ ഒരു രാജ്യമല്ല ഇറാൻ. ഇറാന് അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും സുസജ്ജമായ സൈന്യവും ഒക്കെ തന്നെയുണ്ട്. ഇസ്രായേലുമായി അടുത്തിടെ നടന്ന ഏറ്റുമുട്ടലുകളിൽ ഇറാന്റെ പ്രത്യാക്രമണ ശേഷിയും ലോകം കണ്ടതാണ്. അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ഉറപ്പാണ്. തുടർന്ന് അതൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വെനസ്വേലയിൽ മഡുറോയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുൻപ് മാസങ്ങളോളം അമേരിക്കൻ സൈന്യം രഹസ്യമായി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ ഇറാനിൽ ജനകീയ പ്രതിഷേധങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടായത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നതും അമേരിക്കയ്ക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. സൈനിക നടപടി ഇറാൻ ഭരണകൂടത്തിന് ഗുണകരമാകുമെന്നാണ് ഭൂരിഭാഗം വിദഗ്ധരും വിശ്വസിക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരു ഭീഷണി ഉണ്ടാകുന്നത് വഴി ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും ജനങ്ങളെ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരത്താനും ആയത്തുള്ള അലി ഖമീനിക്ക് സാധിച്ചേക്കും. ഖമീനെ നേരിട്ട് വധിക്കാൻ ശ്രമിച്ചാൽ പോലും അത് ഇറാനിലെ ഭരണമാറ്റത്തിന് കാരണമാകില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം തന്റെ പിൻഗാമികളായി 3 മുതിർന്ന പുരോഹിതന്മാരെ അദ്ദേഹം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ട്രംപിന്റെ യുദ്ധഭീഷണികൾ സൈനികവും നയതന്ത്രപരവുമായ വലിയ പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിക്കുന്നത്. ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾക്കിടയിലും ഇറാനെതിരെ ഒരു സൈനിക നടപടിക്ക് US തയ്യാറെടുക്കുന്നില്ല എന്നും അത്തരമൊരു നീക്കം USന് ഗുണകരമാകില്ലെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാനിലെ സാധാരണക്കാർ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഒരു വിദേശ രാജ്യം തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നത് ഒരുപക്ഷെ അവർ അംഗീകരിച്ചേക്കില്ല. ഇത് പ്രതിഷേധക്കാർ ഭരണകൂടത്തിന് പിന്നിൽ ഒന്നിക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഇറാൻ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾ വഴി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തിക തകർച്ചയ്ക്കും പണപ്പെരുപ്പത്തിനുമെതിരെ 20 ദിവസം മുൻപ് തുടങ്ങിയ പ്രതിഷേധമാണ് വലിയ ആഭ്യന്തര യുദ്ധമായി മാറിയത്. രാജ്യമൊട്ടാകെ 280ഓളം കേന്ദ്രങ്ങളിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മരണം 2500 പിന്നിട്ടിട്ടുണ്ട്. ഇറാനിലെ തെരുവുകളെല്ലാം ചോരപ്പുഴയായി മാറിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക ഭരണമായിരുന്നിട്ടും ഇറാനിൽ അഴിമതിയും വ്യാപകമാണ്. ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത്. 2021 ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സിൽ 180-ൽ 150 സ്ഥാനത്താണ് ഇറാൻ. മതസ്ഥാപനങ്ങളും ഉന്നത പുരോഹിതന്മാരുമാണ് വിവിധ സർക്കാർ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇത് വിഭവങ്ങൾ പാഴാക്കുന്നതിനും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നുവെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വ്യാപകമാണ്. സമീപ വർഷങ്ങളിൽ രാജ്യത്ത് അഴിമതിയുടെയും തട്ടിപ്പിന്റെയും എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ. ഈ കേസുകളിൽ ഭൂരിഭാഗവും സർക്കാർ ജീവനക്കാരോ സർക്കാർ നടത്തുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളിലെ മാനേജറിയൽ സ്ഥാപനങ്ങളിൽ നിയമിതരായ ആളുകളാണ്. നികുതി നൽകാത്ത ഫൗണ്ടേഷനുകളുടെയും സുതാര്യതയില്ലാത്ത സംഘടനകളുടെയും സാന്നിധ്യം രാജ്യത്ത് ധാരാളമുണ്ട്. രാഷ്ട്രീയ ഉന്നതരുടെയും പ്രമുഖ പുരോഹിതന്മാരുടെയും മറ്റ് പ്രമുഖ രാഷ്ട്ര നേതാക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രില്യൺ കണക്കിന് ഡോളർ പൊതുഫണ്ട് വഴിതിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറാനിലെ മത നേതൃത്വം തന്നെയാണ് സാമ്പത്തിക തകർച്ചയ്ക്കും ഉത്തരവാദികൾ. ജനം അവർക്കെതിരെ തിരിയുന്നതിലും കുറ്റം പറയാൻ കഴിയില്ല.